ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകൾ ചെയ്യുമോ എന്നാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ പറയുകയാണ്, ഇപ്പം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് ലീവ് ആക്കേണ്ടി വരും അല്ലേ. നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരോട് നമ്മൾ പറയാറുണ്ട്, ഇന്ന് എനിക്ക് ഓഫീസിൽ വരാൻ കഴിയില്ല, നീ സാറോട് പറയുമോ. ഇന്ന് എനിക്ക് ഓഫീസിൽ വരാൻ കഴിയില്ല, നീ സാറോട് പറയുമോ. നമ്മുടെ ബോസിനോട് പറയുമോ. എങ്ങനെയാ പറയാ, ഇന്ന് എനിക്ക് ഓഫീസിൽ വരാൻ കഴിയില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, കഴിയില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കാൻറ്റ് എന്നുള്ള ഓക്സിലറിയാണ് അല്ലേ, കനോട്ട് എന്നാണ്. സോ ഇന്ന് എനിക്ക് കഴിയില്ല ഇതിന് ഓഫീസിൽ വരാൻ എന്നാണ്. എങ്ങനെ പറയുക, ഐ കാൺട്ട് കം ടു ഓഫീസ് ടുഡേ. ഐ കാൺട്ട് കം ടു ഓഫീസ് ടുഡേ. ഇന്ന് എനിക്ക് ഓഫീസിൽ വരാൻ കഴിയില്ല. നീ സാറോട് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നീ സാറോട് പറയുമോ എന്നാണ്. അപ്പോൾ ക്യാൻ യു ടെൽ, നീ പറയുമോ. സർ, ക്യാൻ യു ടെൽ സർ, നീ സാറോട് പറയുമോ. ഓക്കെ, ഐ കാൺട്ട് കം ടു ഓഫീസ് ടുഡേ, ക്യാൻ യു ടെൽ സർ. ഇന്ന് എനിക്ക് ഓഫീസിൽ വരാൻ കഴിയില്ല, നീ സാറോട് പറയുമോ. ഓക്കെ, നെക്സ്റ്റ്, വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ്. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ് എന്നെങ്ങനെ പറയുക, വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ പറയാ, ഐ എം ടേക്കിംഗ് ലീവ് ടുഡേ. ഐ എം ടേക്കിംഗ് ലീവ് ടുഡേ, ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ്. കാരണം ആസ്, ഇവിടെ നമുക്ക് കൊണ്ട് എന്നുള്ളതിന് ആസ് എന്ന് യൂസ് ചെയ്യാം. ആസ് ദർ ഇസ് നോ വൺ അറ്റ് ഹോം. ആസ് ദർ ഇസ് നോ വൺ അറ്റ് ഹോം, വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ലീവ് ടുഡേ ആസ് ദർ ഇസ് നോ വൺ അറ്റ് ഹോം. ഓക്കെ, നെക്സ്റ്റ്, നീ കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നില്ലേ. നീ കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നില്ലേ. ഇല്ലേ എന്നാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ പറയുക, നീ കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നില്ലേ എന്നാണ്. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്, വോസും വേറും ആണല്ലേ. അപ്പം ഇവിടെ നീ ആയിരുന്നില്ലേ എന്നാണ്. അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാ പറയാം, വേർ നോട്ട് എന്നാണ്. അതിനെ ഷോർട്ടാക്കുമ്പോൾ വേർഡ് യു. വേർഡ് യു, നീ ആയിരുന്നില്ലേ. വേർഡ് യു ഓൺ ലീവ് ലാസ്റ്റ് വീക്ക്. വേർഡ് യു ഓൺ ലീവ് ലാസ്റ്റ് വീക്ക്, നീ കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നില്ലേ. ഓക്കെ, നെക്സ്റ്റ്, കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. ഇതെങ്ങനെ പറയാ, ആയിരുന്നു എന്നാണ് അല്ലേ. അപ്പം എന്താ പറയുക, വോസ് ആണ്. അപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. ലാസ്റ്റ് വീക്ക് വോസ്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അല്ലേ. ലാസ്റ്റ് വീക്ക് വോസ് മൈ ഫ്രണ്ട്സ് വെഡിങ്. എന്താണ്, ലാസ്റ്റ് വീക്ക് വോസ് മൈ ഫ്രണ്ട് വെഡിങ്. ലാസ്റ്റ് വീക്ക് വാസ്, കഴിഞ്ഞ ആഴ്ച ആയിരുന്നു, മൈ ഫ്രണ്ട്സ് വെഡിങ്. ഫ്രണ്ട്സ് വെഡിങ്, ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, നീ ഓഫീസിലെത്തിയാൽ എന്നെ വിളിക്കുമോ. നീ ഓഫീസിലെത്തിയാൽ എന്നെ വിളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക, നീ ഓഫീസിലെത്തിയാൽ എന്നെ വിളിക്കുമോ. ഇവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം അല്ലേ. വിളിക്കുമോ എന്നാണ്, വിളിക്കാമോ എന്നുള്ള റിക്വസ്റ്റ് ഒന്നുമല്ല. സോ നമുക്കിവിടെ വില്ല് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിൽ യു കോൾ മീ വെൻ യു റീച്ച് ദ ഓഫീസ്. വെൻ യു റീച്ച് ദ, നീ ഓഫീസിലെത്തുമ്പോൾ എന്നെ വിളിക്കുമോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ എളുപ്പത്തിൽ പറയുന്നത് എന്താണ്, നീ ഓഫീസിലെത്തിയാൽ എന്നെ വിളിക്കുമോ എന്നാണ് അല്ലെ. ജസ്റ്റ് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ വില്ല് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. വിൽ യു കോൾ മീ, നീ എന്നെ വിളിക്കുമോ വെൻ യു റീച്ച് ദ ഓഫീസ്. ഓഫീസിലെത്തിയാൽ. ഓക്കെ, ആ പൂച്ച നിന്റെ കൂടെ വന്നതാണോ. ആ പൂച്ച നിന്റെ കൂടെ വന്നതാണോ. നമ്മൾ അവള്, അവനെ അല്ലെങ്കിൽ മീര, അനു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, ആ പൂച്ച നിന്റെ കൂടെ വന്നതാണോ, അല്ലെങ്കിൽ ആ പട്ടി നിന്റെ കൂടെ വന്നതാണോ. ഇതെങ്ങനെ ചോദിക്കുക, വന്നതാണോ എന്നാണ്. അതായത് പാസ്റ്റ് ആണ്. ഡിഡ് ദാറ്റ് ക്യാറ്റ് കം വിത്ത് യു. ആ പൂച്ച നിന്റെ കൂടെ വന്നതാണോ. ഡിഡ് ദാറ്റ് ക്യാറ്റ്,
ആ പൂച്ച ആണോ അല്ലേ? ആ പൂച്ച ഡിഡ് ദാറ്റ് ക്യാറ്റ് കം? ആ പൂച്ച വന്നതാണോ വിത്ത് യു? നിൻ്റെ കൂടെ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.